ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 9. ജീസസ് ടോട്ട് us to pray. നമ്മളെ പഠിപ്പിച്ചു, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ. അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വിശുദ്ധരായിരിക്കണം. സ്വർഗീയ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ, യേശു ക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും വളരണം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വി ഹാവ് ടു ഗ്ലോറിഫൈ ഗോഡ് വിത്ത് അവർ ബോഡി. 1 കൊരിന്ത്യർ 6:19-20 നമ്മൾ കണ്ടു. നമ്മുടെ ദേഹം, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയം, മന്ദിരമാണ്. ദൈവം വസിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ഒരു മന്ദിരമാണ്. സർവശക്തനായ ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ എത്ര ദൈവഭയത്തോടും വിശുദ്ധിയോടും കൂടെ അവൻ്റെ അടുത്ത് നടക്കണം. എങ്ങനെ നടക്കണമെന്ന് നമ്മൾ പഠിക്കുന്നു. ഓരോ അവയവത്തെ പറ്റി നമ്മൾ പഠിക്കുന്നു, അല്ലേ? നമ്മുടെ മനസ്സെങ്ങനെ ഉണ്ടാവണം? നമ്മുടെ കണ്ണ് പരിശുദ്ധമായിരിക്കണം, നമ്മുടെ കാതുകൾ പരിശുദ്ധമായിരിക്കണം, നമ്മുടെ വായ്, നാവ്, അതുപോലെ ലിപ്സ് എല്ലാം പരിശുദ്ധമായിരിക്കണം. അതെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ ഹൃദയം, നമ്മുടെ കൈകൾ, കാലുകളെല്ലാം, ശരീരമെല്ലാം പരിശുദ്ധമായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ എക്സാമ്പിൾ കണ്ടു. 1 Peter chapter 1:16, 1 പത്രോസ് 1:16 പറയുന്നു, ഗോഡ് ഈസ് സെയിങ് ബി ഹോളി ഫോർ ഐ എം ഹോളി. ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവാൻ. അനേക സ്ഥലങ്ങളിൽ ബൈബിളിൽ പറയുന്നുണ്ട് നമ്മൾ പരിശുദ്ധരായിരിക്കണം എന്ന്. വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ആണ് ബൈബിളിൽ മൊത്തം വിശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:29 ദൈവം നമ്മളെ മുന്നമേ നിയമിച്ചു. അതായത് ഗോഡ് ഹാസ് ഫോർനോൺ us, he has predestined us. Those whom he predestined, he also called. Those whom he called, he also justified. And those whom he justified, he also glorified. അപ്പം നമ്മളെ ദൈവം മുന്നമേ അറിഞ്ഞു, നമ്മളെ രണ്ടാമത് ദൈവം വിളിച്ചു, മൂന്നാമത് നമ്മളെ നീതിമതികളാക്കി, നാലാമത് ദൈവം ഗ്ലോറിഫൈ ചെയ്തു, അതായത് മഹത്വീകരിച്ചു, നമ്മളെ മഹത്വപ്പെടുത്തി. യേശുവിനുള്ള മഹത്വം നമുക്ക് തന്നു, യേശുവിനുള്ള പവർ നമുക്ക് തന്നു, യേശുവിനുള്ള വിശുദ്ധി നമുക്ക് തന്നു. ദൈവത്തെ സ്വീകരിക്കുന്നവർ, ദൈവത്തെ ഫോളോ ചെയ്യുന്നവർ, അനുസരിക്കുന്നവർ, അവർക്ക് അവരുടെ ശരീരം എന്താണ്? ആത്മാവിൻ്റെ ശരീരം, പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ്. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ ഇച്ഛയനുസരിച്ച് നടക്കുകയില്ല. ഇന്നലെ നമ്മൾ കണ്ടു, ആത്മാവ് പറയുന്ന പോലെ ആത്മാവിനെ അനുസരിച്ച് വേണം നമ്മൾ നടക്കുന്ന.